സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ആദ്യമായിട്ട് ഗൾഫ് ഇന്ത്യൻ ട്രേഡ് എക്സ്പോ നടക്കാൻ പോവാണ്. ട്രെയിനിങ് പ്രോഗ്രാംസുകളും ബിസിനസ് അവാർഡുകളും അതുപോലെ പ്രൊഡക്റ്റ് ലോഞ്ചിങ്ങും ബിസിനസ് പ്രസന്റേഷനും ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗും. ഒരു ഗൾഫ് ഇന്ത്യൻ എക്സ്പോ എന്ന് പറയുമ്പോൾ അതാണ് ഈ പ്രോഗ്രാമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും ഒരു യുണീക്നെസ് തന്നെയാണ്. ROVER എന്ന് വന്നിരിക്കുന്നത് കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ്. വർഷങ്ങളായിട്ട് ബിസിനസ്സുകാരെയും അതേപോലെ സംരംഭകരെയും ഇൻവെസ്റ്റേഴ്സിനെയും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് കേരളയുടെ ഒരു വലിയ ഒരു എക്സ്പോ. അതും ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു എക്സ്പോ നടക്കുന്നത്. അതായത് ഗൾഫ് ഇന്ത്യൻ ട്രേഡ് എക്സ്പോ എന്ന് പറയും. നമ്മുടെ ഗൾഫിലുള്ളവരും നാട്ടിലുള്ളവരും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു എക്സ്പോ ആണ് നമ്മുടെ നാട്ടിൽ ഈ വരുന്ന ഡിസംബർ 7-8 തീയതികളിലായിട്ട് നടക്കാൻ പോകുന്നത്. ഈ ഒരു ട്രേഡ് എക്സ്പോയുടെ വിശേഷങ്ങളിൽ നമ്മൾ കടക്കാൻ പോവാണ്. ബിസിനസ് കേരളയുടെ ഫൗണ്ടറും ചെയർമാനുമായിട്ടുള്ള നൗഷാദ് ഭായ് നമ്മളെ കൂടെ ഉണ്ട്. നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നൗഷാദ് ഭായ്, നമ്മൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു എക്സ്പോ കാണാൻ പോകുന്നത്, ഗൾഫ് ഇന്ത്യൻ ട്രേഡ് എക്സ്പോ അല്ലേ? തീർച്ചയായിട്ടും. എന്താണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ബിസിനസ് കേരള എന്നുള്ള കമ്മ്യൂണിറ്റി ബിസിനസ്സുകാർക്ക് വേണ്ടി ബിസിനസ് എക്സ്പോകളും ഇവന്റ്സുകളും ട്രേഡ് എക്സ്പോകളാണ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അതിന് വ്യത്യസ്തമായിട്ട് ഒരു ഗൾഫ് ഇന്ത്യൻ ട്രേഡ് എക്സ്പോ കണ്ടക്ട് ചെയ്യാൻ പോവാണ്. ഓൾ ഓവർ GCC എന്നുള്ള ബ്രാൻഡുകളും ഇന്ത്യയിൽ നിന്നുള്ള ബ്രാൻഡുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു B2B എക്സ്പോ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അവരുടെ ഫ്രാഞ്ചൈസികൾ, ഡിസ്ട്രിബ്യൂഷൻ, ഡീലർഷിപ്പ്, പ്രൊഡക്റ്റ് ആൻഡ് സർവീസാണ് ഇതിലൂടെ പരിചയപ്പെടുന്നത്. ഈ ഒരു എക്സ്പോയിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സംരംഭകർക്കും അതേപോലെ വിസിറ്റേഴ്സിനും ഏത് രീതിയിലാണ് ഗുണം ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഗൾഫ് ഇന്ത്യൻ ട്രേഡ് എക്സ്പോ എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ അതിൻ്റെ ഒരു വലിയൊരു ഇത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒട്ടുമിക്ക എക്സ്പോകളും നടന്നുകൊണ്ടിരിക്കുന്നത് അതാത് സ്ഥലങ്ങളിലുള്ള ആളുകൾ വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ വരുന്നു, ബിസിനസ്സിനെ കാണുന്നു, മനസ്സിലാകുന്നു, പോകുന്നു. അതിനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗൾഫ് ഇന്ത്യൻ ട്രേഡ് എക്സ്പോ ഉദ്ദേശിക്കുന്നത് വിദേശത്തു നിന്നുള്ള ബ്രാൻഡുകൾ അവരുടെ ബ്രാൻഡിൻ്റെ ബിസിനസ് സർവീസുകൾ കേരളത്തിൽ ഡയറക്റ്റ് പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ ഈ കേരളത്തിലുള്ള ബ്രാൻഡുകൾ അവരുടെ ഫ്രാഞ്ചൈസികൾ, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ, ഡീലർഷിപ്പ്, പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഒരു വെന്യൂവിൽ വന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ ഒരുക്കിയിട്ടുണ്ടാകുന്നത്. കൂടാതെ തന്നെ ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിൻ്റെ സാധ്യതയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി GCC രാജ്യങ്ങളിലേക്ക് ഒരുപാട് പേര് ബിസിനസ്സിനെ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ തന്നെ ഒരുക്കി കൊടുക്കുക. അതിൻ്റെ കമ്പനി സർവീസുകൾ, അല്ലെങ്കിൽ അവർക്കൊരു പ്രോപ്പർട്ടി അവിടെ പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്കൊരു ടൂറിസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടുത്തെ GCC രാജ്യങ്ങളിലുള്ള ഒരു ഫ്രാഞ്ചൈസി അവരുടെ ബിസിനസ്സിന് അവർക്ക് കേരളത്തിൽ കൊടുക്കുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട്. കോഫി ആയിട്ടും പെർഫ്യൂംസ് ആയിട്ടും ക്ലോത്ത് ആയിട്ടും. അപ്പോൾ അങ്ങനത്തെ ബ്രാൻഡുകൾ അവരുടെ ബ്രാൻഡിൻ്റെ ബിസിനസ്സിനെ കേരളത്തിൽ പരിചയപ്പെടുത്താനും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഇവൻ്റാണ് ഈ ഒരു എക്സ്പോയിൽ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു എക്സ്പോയിൽ എത്രമാത്രം ബ്രാൻഡുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്, അതേപോലെ മറ്റുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് വരുന്നത്? നമ്മുടെ ഈ ഗൾഫ് ഇന്ത്യൻ ട്രേഡ് എക്സ്പോ നടക്കാൻ പോകുന്ന വെന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്കറ്റ് ട്രേഡ് സെൻ്ററാണ്. നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ എക്സ്പോ സെൻ്ററാണ്. 1 lakh square feet ഉള്ള ഒരു ഹോളിലാണ് ഈ ഇവൻറ്റ് നടക്കാൻ പോകുന്നത്. ഏകദേശം 200ഓളം സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ബിസിനസ് സെമിനാറുകളും ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാംസുകളും ബിസിനസ് അവാർഡുകളും അതുപോലെ പ്രൊഡക്റ്റ് ലോഞ്ചിങ്ങും ബിസിനസ് പ്രസൻറ്റേഷനും ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗും കൂടാതെ തന്നെ ഇവിടെ ബിസിനസ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസും കൂടെ നടക്കുന്നുണ്ട്. സാധാരണ ഒരു എക്സ്പോയിൽ മെഷീനറി എക്സ്പോ ആണെങ്കിൽ മെഷീനറീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ടെക്സ്റ്റൈൽ ആണെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൽ എന്തൊക്കെ കാറ്റഗറിയാണ് വരുന്നത്? ഇതൊരു ഗൾഫ് ഇന്ത്യൻ ട്രേഡ് എക്സ്പോ ആണ്. ട്രേഡ് എക്സ്പോ കൊണ്ട് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാറ്റഗറിയിലുള്ള ബിസിനസ്സുകാർക്ക് പ്രൊഡക്റ്റ് ആൻഡ് സർവീസിനെ പരിചയപ്പെടുത്തുന്ന ഒരു അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഏതെങ്കിലും കാറ്റഗറി ബേസിൽ ഒരു എക്സ്പോ അല്ല നടക്കാൻ പോകുന്നത്. മിഷനറി, ബിൽഡേഴ്സ്, FMCG, IT, ഏതൊരു കാറ്റഗറിയിലെ ബിസിനസ്സുകാർക്കും അവരുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്, അവരുടെ ഫ്രാഞ്ചൈസി, ഡിസ്ട്രിബ്യൂഷൻ, ഡീലർഷിപ്പ് എന്താണോ അവരുടെ ഓപ്പർച്യൂണിറ്റി അതിനെ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഒരുക്കിയത്. ഇതിൽ വരുന്ന വിസിറ്റേഴ്സും തന്നെ ഏതെങ്കിലും ഒരു തരത്തിലൊരു ബിസിനസ് അവർക്ക് കണക്ട് ചെയ്യാനും ആ ബിസിനസ്സിലേക്ക് അവർക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം, അതിനെ അറിയാൻ സർവീസ് ആൻഡ് പ്രൊഡക്റ്റ് മനസ്സിലാക്കുന്ന ഒരു അവസരം ഈ ഒരു എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. ബിസിനസ് കേരളയുടെ ഗൾഫ് ഇന്ത്യൻ ട്രേഡ് എക്സ്പോ ആയിട്ട് അസോസിയേറ്റ് പ്രവർത്തിക്കുന്ന അജ്മൽ ഭായ് ഇപ്പം കൂടെ ഉള്ളത്. ഒരു എക്സ്പോയുടെ ആവശ്യകത എന്താണ് വരുന്നത്? ഒരു എക്സ്പോൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊക്കെ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഒരുപാട് ഡൊമൈനിൽ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരു ഭാഗത്ത് ഓൺടർപ്രണർഷിപ്പിലുണ്ട്, കൺസൾട്ടിങ്ങിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, സ്റ്റാർട്ടപ്പുകളായിട്ടുള്ള അല്ലെങ്കിൽ MSMEകളായിട്ടുള്ള കോർപ്പറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡുകളൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിൽ എക്സ്പോൻ്റെ വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ 2 കാര്യങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാനൊക്കെ ഒരുപാട് എക്സ്പോയിൽ പങ്കെടുക്കാൻ നോക്കാറുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്, അസോസിയേറ്റ് ചെയ്യാറുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാറുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് 2 എണ്ണമാണ്: നെറ്റ്വർക്കിങ്ങും ലേണിങ്ങും. സോ ഒരു ഗൾഫ് ഇന്ത്യൻ എക്സ്പോ എന്ന് പറയുമ്പോൾ അതാണ് ഈ പ്രോഗ്രാമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും ഒരു യുണീക്നെസ് തന്നെയാണ്. ഒരു ഗ്ലോബൽ ലെവലിൽ, എസ്പെഷ്യലി ഇപ്പം നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ ഗ്ലോബൽ ലെവലിൽ പോയിട്ട് ഗൾഫിൽ പ്രത്യേകിച്ചും ഒരുപാട് ഓൺടർപ്രണർഷിപ്പുകളായി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള ബിസിനസ്സുകൾക്ക് അങ്ങോട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു ഗ്ലോബൽ ലെവലിൽ നെറ്റ്വർക്കിംഗ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ മലബാറിൽ ഇത്തരത്തിലൊരു എക്സ്പോ നടത്തുമ്പോൾ അതാണ് ഞാൻ ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്. ഏതൊരു സംരംഭകരും അല്ല ബിസിനസ്സുകാരും തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു എക്സ്പോ തന്നെയാണ് ഇത് വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. സോ എസ്പെഷ്യലി ഒരു ഗ്ലോബൽ ലെവലൊക്കെ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രാൻഡ് ആണെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ള ബ്രാൻഡുകളാണെങ്കിലും ശരി, ഇനി പുറമേയുള്ള ആളുകളാണെങ്കിലും ശരി, അതിനുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഗൾഫ് ഇന്ത്യൻ ട്രേഡ് എക്സ്പോ എന്ന് പറയുന്നത്. ഇത്രയാണ് ബിസിനസ് കേരളയുടെ ഗൾഫ് ഇന്ത്യൻ ട്രേഡ് എക്സ്പോയുടെ വിശേഷങ്ങൾ, കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ.
ഏതൊരു ട്രേഡ് എക്സ്പോയിൽ പങ്കെടുക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു സംരംഭകരാണെങ്കിൽ അത് ലോകം മുഴുവനും അറിയിക്കാനുള്ള വലിയൊരു അവസരമാണ് ഇതേപോലെ എക്സ്പോയിൽ നമുക്ക് കിട്ടുന്നത്. ഇതേപോലെ ട്രേഡ് എക്സ്പോയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് 100 മുതൽ 200ഓളം പ്രോഡക്റ്റുകൾ നേരിട്ട് കാണാനും പരിചയപ്പെടാനും നിങ്ങൾക്ക് അത് ഏറ്റെടുക്കാനും പറ്റുന്ന രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ കൂടി ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്പോകളാണ് സാധാരണ രീതിയിൽ നമ്മൾ ട്രേഡ് എക്സ്പോ എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ഒരു വലിയൊരു എക്സ്പോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന, അതേപോലെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു എക്സ്പോ കൂടിയാണ് ഗൾഫ് ഇന്ത്യൻ ട്രേഡ് എക്സ്പോ എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങളുടെ സ്റ്റാളുകൾ ബുക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.